നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു പോറലേറ്റാൽ പോലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. മാതാപിതാക്കൾക്കെന്നല്ല, കണ്ടു നിൽക്കുന്ന ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കടുത്തുരുത്തി മാഞ്ഞൂർ തെക്കുംപുറം ഭാഗത്താണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ സംഭവം അരങ്ങേറിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. മാഞ്ഞൂർ ഇരവിമംഗലം കിഴക്കേ ഞാറക്കാട്ടിൽ ജോമോൻ മാത്യുവിന്റെ ഭാര്യ അംബികയും 2 മാസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞും വാരിശ്ശേരിയിലുള്ള സ്വന്തം വീട്ടിൽ നിന്നും മാഞ്ഞൂരിലുള്ള ഭർത്തൃ വീട്ടിലേക്ക് വരികയായിരുന്നു. പ്രസവശേഷം സ്വന്തം വീട്ടിലായിരുന്ന അംബികയെയും കുഞ്ഞിനെയും ജോമോന്റെ സഹോദരി ജോമോളും ഭർത്താവ് ലിജോമോനും ചേർന്നാണ് കൂട്ടിക്കൊണ്ടുവന്നിരുന്നത്. മാഞ്ഞൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽപ്പെട്ട പ്രദേശമാണിത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു തടി കൊണ്ട് നിർമ്മിച്ച നടപ്പാലമുണ്ട്. ഈ നടപ്പാലം കടന്നു വേണം ഇവർക്ക് വീട്ടിലേക്കെത്താൻ. പാലത്തിന് സമീപം വരെ കാറിൽ വന്ന ശേഷം അംബിക കുഞ്ഞിനെയും എടുത്ത് നടപ്പാലത്തിലൂടെ തോട് കുറുകെ കടക്കുകയായിരുന്നു. ദ്രവിച്ച 2 തെങ്ങിൻ തടികളിൽ പലക അടിച്ചാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് അംബിക കുഞ്ഞിനെയും എടുത്ത് പാലത്തിലൂടെ നടക്കാൻ തുടങ്ങിയത്. എന്നാൽ പാലത്തിന് നടുവിലെത്തിയപ്പോൾ പലക തകർന്ന് അംബികയുടെ കാൽ തെങ്ങിൻ തടികൾക്കിടയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. അപ്പോഴേക്കും അംബികയുടെ കയ്യിലുണ്ടായിരുന്ന ആ പിഞ്ചു കുഞ്ഞ് തെറിച്ച തോട്ടിലേക്ക് വീണു. വേഗം കാലെടുക്കാനായി ശ്രമിച്ചുവെങ്കിലും അംബികയുടെ കാൽ അവിടെ കുടുങ്ങിപ്പോയിരുന്നു. തോട്ടിലാണെങ്കിൽ പകുതിയോളം വെള്ളവും നല്ല ഒഴുക്കുമുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ കുഞ്ഞ് ഒഴുകിപ്പോകാൻ തുടങ്ങി. അംബികയുടെ നിർത്താതെയുള്ള നിലവിളി കേട്ടാണ് സമീപത്തെ പുരയിടത്തിലുണ്ടായിരുന്ന സലീം കുമാറും ജോബിയും അവിടേക്ക് ഓടിയെത്തുന്നത്. ഇവർ പാലത്തിന് സമീപത്തേക്ക് ഓടിയെത്തിയപ്പോൾ കാണുന്നത് അംബികയുടെ പിഞ്ചു കുഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ദൃശ്യമാണ്. അംബികയാണെങ്കിൽ കാലെടുക്കാൻ കഴിയാതെ ആ പാലത്തിൽ കുടുങ്ങിയ നിലയിലും. തുടർന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ഇരുവരും വെള്ളത്തിലേക്ക് എടുത്തു ചാടി കുഞ്ഞിനെ കരയ്ക്കെത്തിച്ചു. പിന്നാലെ ചെന്ന് അംബികയുടെ കാൽ വേർപ്പെടുത്തി രക്ഷിക്കുകയും ചെയ്തു. വെള്ളത്തിലേക്ക് വീണ കുഞ്ഞ് 25 മീറ്ററോളം ഒഴുകിപ്പോവുകയും ചെയ്തിരുന്നു. കുഞ്ഞിനെയും എടുത്ത് പുറത്തെത്തിയപ്പോൾ വയറ്റിൽ വെള്ളം കയറിയതിന്റെ അസ്വസ്ഥത കാണിച്ചു. അപ്പോൾ ആ സമയം അവിടേക്കെത്തിയ നാട്ടുകാരിയും ബംഗളൂരുവിൽ നഴ്സുമായ ജോമോൾ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. ശേഷം അമ്മയെയും കുഞ്ഞിനെയും മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അവിടെ ചികിത്സയിലുണ്ടായിരുന്ന കുഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച ആശുപത്രി വിടുകയും ചെയ്തു. എന്തായാലും തക്ക സമയത്ത് നാട്ടുകാരായ ആ 2 പേർ അവിടേക്ക് ഓടിയെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കേൾക്കേണ്ടിയിരുന്ന വാർത്ത മറ്റൊന്നാകുമായിരുന്നു. ഇവിടെ 10 വർഷത്തോളമായി നടപ്പാലം വേണമെന്ന ആവശ്യവുമായി അധികൃതരെ സമീപിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ജോമോന്റെ അമ്മയായ റോസമ്മയടക്കമുള്ള നാട്ടുകാർ പറയുന്നത്. എന്നാൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാൻ 12 ലക്ഷം രൂപ അനുവദിച്ചിരുന്നതാണ് എന്നാണ് മാഞ്ഞൂർ പഞ്ചായത്ത് അംഗം പറയുന്നത്. പക്ഷേ ഇതിനായി ഏറ്റെടുക്കേണ്ട സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ലഭിക്കാത്തതാണ് പാലം നിർമ്മാണത്തിന് തടസ്സമായിരുന്നത് എന്നും ഇവർ പറയുന്നു.